ഞാനൊരിക്കലും ബെസ്റ്റ് ആക്ടർ വന്നാലും ഇത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയിൽ വരുമെന്നൊന്നും എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. എവിടെയൊക്കെയോ എൻ്റെ മനസ്സിൽ ഈ അഭിനയത്തിനോടുള്ള ഒരു ഇഷ്ടങ്ങളുണ്ടായിരുന്നു. അഭിനയം, ഡാൻസ്, ഇങ്ങനെ ഒരു കലാപരമായിട്ടുള്ള ഒരു ഇഷ്ടം വരുമല്ലോ നമുക്ക്. ശ്രീനിയേട്ടൻ്റെ കൂടെ നായികയായിട്ട് ഞാനും ശ്രീനിയേട്ടൻ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഒരു സിനിമ, പിന്നെ അല്ലാതെ കല്യാണം ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു. ഞങ്ങൾ വർഷങ്ങളോളം ആംകോസ് എൻ്റെ പരസ്യത്തിലെ ബ്രാൻഡ് അംബാസഡറായിരുന്നു. ഞാനും വൈഫായിട്ട് അഭിനയിച്ചു. ശ്രീനിയേട്ടൻ്റെ കൂടെ എല്ലാം തമാശ രീതി പറയുന്നുണ്ട്. നമുക്ക് ശ്രീനിയേട്ടൻ പറയുന്നത് സീരിയസ് ആണോ തമാശ ആണോ എന്ന് ആദ്യമൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നമ്മൾ ഏത് ഒരു കാര്യവും നമുക്കോട് ചോദിക്കാനായിട്ട് നമുക്ക് ഇതെന്ന് ചോദിച്ചൊരു മെസ്സേജ് അയച്ചാൽ വിത്തിൻ 5-10 മിനിറ്റ്സിൽ നമുക്ക് റിപ്ലൈ തരും. എല്ലാവർക്കും, എനിക്കെന്നല്ല എല്ലാവർക്കും അതുപോലെ കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അമ്മ എന്നൊരു ഓഫീസ് 5 നില ബിൽഡിംഗ് ഉണ്ട്. അത് റൺ ചെയ്യണം. അത് റൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ കറണ്ട് ബില്ല്, അതിലെ സ്റ്റാഫ്സിനെ, ആൾക്കാർ, അവിടെ നിന്നാണ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത്. പൈസയിൽ നമ്മൾ അമ്മയിലെ പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ പുറത്തേക്ക് അറിയുന്നില്ല. 59 പേർക്ക് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഇൻഷുറൻസ് ക്ലെയിം കവറേജ് ഉണ്ട്. എന്നാണ് ഇതിന് അമ്മ എന്ന് തന്നെ പേര് വന്നത്. ഒരു അമ്മ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഓഫീസിൽ നിന്ന് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഹായ്, ഹലോ, വെൽക്കം ടു കൗമുദി മൂവീസ്. നിരവധി സിനിമകളിലൂടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതയും പ്രിയങ്കരിയുമായ ആശ അരവിന്ദാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്. നമസ്കാരം ചേച്ചി. നമസ്കാരം. എങ്ങനെ പോകുന്നു സിനിമാ ജീവിതവും, അതുപോലെ ലൈഫൊക്കെ എങ്ങനെ പോകുന്നു? സിനിമ ഇപ്പം പ്രളയശേഷവും രാസ്തയാണ് ലാസ്റ്റ് ഇറങ്ങിയ 2 സിനിമകൾ. ലൈഫ് ആസ് യൂഷ്വൽ എപ്പോഴും ഒരേപോലെ. അതായത് 2025 കഴിഞ്ഞിട്ട് 2026 ഇപ്പോൾ ഒരു മൂവി ചെയ്യാൻ പോകുന്നു. 26 ആദ്യത്തെ മൂവിയാണ്. ഇപ്പം നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പുതിയൊരു വർഷം പുതിയ സിനിമയായിട്ടൊക്കെ വരാൻ പോവാണ്. അതെ അതെ. അപ്പൊ ചേച്ചിയുടെ നമ്മൾ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് ചേച്ചിയുടെ ഒരു ഏറ്റവും കൂടുതൽ ഇപ്പൊ തുടക്ക കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ബെസ്റ്റ് ആക്ടർ എന്ന് പറഞ്ഞിട്ടുള്ള റിയാലിറ്റി ഷോയിലൂടെയായിരുന്നു. അതെ. എങ്ങനെയായിരുന്നു ആ ഒരു സിനിമാ മേഖലയിലോട്ടും അല്ലെങ്കിൽ ഈ ഒരു കലാമേഖലയിലോട്ടൊക്കെ വരുന്നത്? ഞാനും ഇതുപോലെ തന്നെ ബെസ്റ്റ് ആക്ടർ റിയാലിറ്റി ഷോ വെറുതെ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട്, സോജ ചേച്ചി എന്ന് പറഞ്ഞ ചേച്ചിയാണ്. ആ ചേച്ചി പറഞ്ഞു ഇങ്ങനെ ഒരു ആഡ് വരുന്നുണ്ട് അമൃതയിൽ, ഒന്ന് നോക്കണം, എന്നിട്ട് നീ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ്. ഞാൻ ബാംഗ്ലൂരായിരുന്നു അന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. PG ഒക്കെ കഴിഞ്ഞ് ജസ്റ്റ് കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. ആ സമയം ജോലി ചെയ്യുന്ന സമയം ബാംഗ്ലൂർ എയർപോർട്ടിൽ. അപ്പോഴാണ് TV-യിൽ ഇങ്ങനെ ഒരു ആഡ് വരുന്നത്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഓഡിഷൻ ഉണ്ടായിരുന്നു. അതും ബാംഗ്ലൂർ വെച്ചായിരുന്നു. അത് ശ്യാമപ്രസാദ് സാറ്, മുരളി സാറ്, VK പ്രകാശ് സാറ്, അവർ 3 പേരുമാണ് നമ്മളെ അന്ന് ഓഡിഷൻ എടുക്കുന്നത്. അന്നേരം എനിക്ക് ഇവരാരാന്നോ ഇവരുടെ ആ ഒരു പ്രൊഫൈൽ പോലും അറിയില്ല. സിനിമയായിട്ട് യാതൊരു ബന്ധം എൻ്റെ ഫാമിലിക്കോ എനിക്കോ ഒന്നുമില്ല. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ഒരു മേഖല സിനിമ അല്ലെങ്കിൽ ഈ ഒരു മീഡിയ ആണെന്ന്. എൻ്റെ ലൈഫിലേ ഞാൻ പ്രതീക്ഷിച്ച ഒരു കാര്യമില്ല. കാര്യം ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം പോലെ സിനിമയിൽ ഒത്തിരി ഓഫേഴ്സൊക്കെ വരുമായിരുന്നു. എനിക്ക് ഒരു സുഹൃത്തുണ്ടായിരുന്നു. പണ്ട് ഈ ഐഡിയയ്ക്ക് മുമ്പ് എസ്കോട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു മൊബൈലിൻ്റെ. അതായിരുന്നു, ആ പേര് മാറ്റിയാണ് ഐഡിയ വന്നത്. ആ സമയം നമ്മുടെ കോളേജുകളിലൊക്കെ ഈ എസ്കോട്ടലുകാർ അവരുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഓരോ കോമ്പറ്റീഷൻ വെക്കും. ഏറ്റവും നന്നായി അഭിനയിക്കുന്നവർ, നന്നായി ഡാൻസ് ചെയ്യുന്നവർ, നന്നായി കോമ്പയർ ചെയ്യുന്നവർ, അങ്ങനെയൊക്കെ ഒത്തിരി ഓഫേഴ്സ് നമുക്ക്. അങ്ങനെ ഞാൻ അത് പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ ഒക്കെ ഡിഗ്രി ഫസ്റ്റ് ഇയറിൽ എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടി അതുവഴി. അപ്പോൾ അവരെപ്പോഴും എന്നെ അവർ മൂവി ഇൻഡസ്ട്രി ആയിട്ട് ബന്ധമുള്ളവർ. അപ്പം പല സിനിമകൾ വരുമ്പോൾ എന്നെ കോൺടാക്ട് ചെയ്യുമായിരുന്നു. ആ സിനിമകളൊക്കെ വളരെ സക്സസ്ഫുള്ളായിട്ട് റൺ ചെയ്ത സിനിമകളാണ്. പിന്നെ കാണുമ്പം ഇപ്പം ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിലോട്ട് വന്നപ്പോൾ അന്ന് ഇത് ചെയ്യായിരുന്നു എന്ന് തോന്നുന്ന സിനിമകൾ തന്നെയായിരുന്നു. അതൊക്കെ അന്ന് ചെയ്തിരുന്നെങ്കിൽ ഞാനൊരു വേറൊരു പ്രൊഫൈലായിപ്പോയേനെയും. എനിക്കിതുപോലെ ക്യാരക്ടർ റോളോ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ലൈഫ് ലോങ് ഇത് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ എന്ന് സംശയമാണ്. കാര്യം ഒരു നായിക എത്രമാത്രം ക്യാരക്ടർ റോളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുമെന്നൊരു ഡൗട്ട് എപ്പോഴും എല്ലാവർക്കും ഒരു പ്രശ്നം ഉണ്ടാവും. അല്ലെങ്കിൽ ഒരു ഏജ് കഴിഞ്ഞാൽ മാത്രമേ അവർ ക്യാരക്ടർ റോൾ ചെയ്യുള്ളൂ അല്ലെങ്കിൽ സീരിയൽ ചെയ്യുള്ളൂ എന്നൊക്കെ ഒരു മാനദണ്ഡം ഉണ്ടല്ലോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയില്ല. ഞാനിപ്പം നായിക കഥാപാത്രം ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. പ്രളയശേഷം പോലുള്ള സിനിമയിൽ 75-80 ഏജുള്ള ഞാനാണ് ആ ലീഡ് ക്യാരക്ടർ ചെയ്തത്. പിന്നെ ഞാൻ പിന്നെ സാധാരണ ചെറിയ ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട്, വലിയ ക്യാരക്ടേഴ്സും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതും എൻ്റെ ചോയ്സാണ് ഏതാണ് എടുക്കേണ്ടത്. പരസ്യം അതുപോലെ തന്നെ. അതെ. അപ്പോൾ ഈ ബെസ്റ്റ് ആക്ടറിന് ശേഷം ഇപ്പോൾ ഒരു കല്യാണ സമയമായിരുന്നു, വിവാഹം ഒരു സമയമായിരുന്നു പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു സമയത്ത് സിനിമയിലോട്ട് വരുന്ന സമയത്ത് നമ്മൾ എന്താണെന്ന് അറിയില്ല, സിനിമ എന്താണെന്ന് അറിയില്ല, സിനിമ മേഖല എങ്ങനെയായിരിക്കും എന്നറിയില്ല. അപ്പോൾ ആ സമയത്തൊന്ന് ശരിക്കും ഒരു ഇങ്ങനെ ചിന്തിച്ചിരുന്ന ആ ഒരു സമയത്ത്
ഇല്ല, ഒരിക്കലും ചിന്തിച്ചില്ല. ഞാനൊരിക്കലും ബെസ്റ്റ് ആക്ടർ വന്നാലും ഇത് ഇതിലേക്ക് ഇത് കഴിഞ്ഞിട്ട് ഞാൻ സിനിമയിൽ വരുമെന്നൊന്നും എൻ്റെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. ഇതിപ്പോൾ എൻ്റെ ഒരു ജീവിത മാർഗ്ഗമായല്ലോ. നമ്മുടെ ഒരു പ്രൊഫഷൻ. ഞാൻ ഉദ്ദേശിച്ചിരുന്നത് എൻ്റെ ജോലി അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നത് എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടവും ഞാൻ ജോലി ചെയ്ത് അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ എവിടെയൊക്കെയോ എൻ്റെ മനസ്സിൽ ഈ അഭിനയത്തിനോടുള്ള ഒരു ഇഷ്ടങ്ങളുണ്ടായിരുന്നു. അഭിനയം, ഡാൻസ്, ഇങ്ങനെ ഒരു കലാപരമായിട്ടുള്ള ഒരു ഇഷ്ടം വരുമല്ലോ നമുക്ക്. ഞാൻ കോളേജിലൊക്കെ ആർട്സ് ക്ലബ് സെക്രട്ടറി അങ്ങനത്തെയൊക്കെ ഒരു പോസ്റ്റിലൊക്കെ ഇരുന്നുകൊണ്ട് എനിക്കെപ്പോഴും ആ ഒരു രീതിയോട് ഭയങ്കര ഇഷ്ടമാണ്. പക്ക ഇങ്ങനെ കറക്റ്റ് പോയി ജോലിക്ക് അതേ സമയം ചെയ്യുക, സെയിം ജോലി പിറ്റേ ദിവസം ചെയ്യുക, അതിനേക്കാളും ഇഷ്ടം ഈ ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. അപ്പോൾ കുട്ടിയായിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ അപ്പൊ ആ ഒരു ബെസ്റ്റ് ആക്ടറിന്റെ സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നു ബെസ്റ്റ് ആക്ടർ 1 ഇയറോളം ഡ്യൂറേഷൻ ഉണ്ട്. 1.5 ഇയേഴ്സോളം ഡ്യൂറേഷൻ ഉണ്ട്. അമൃതയുടെ ആദ്യത്തെ പ്രോഗ്രാം അമൃത TV-യുടെ. അപ്പോൾ ശ്യാം പ്രസാദ് സാറാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ. പിന്നെ അതിൻ്റെ ജഡ്ജ് പാനലിലുള്ളത് മുരളി സാറ്, സിത്താര ചേച്ചി, KPC ലളിത ചേച്ചി, ജഗതി ചേട്ടനാണ്. അവരൊക്കെ വൺസിൻ്റെ വയലിൽ വന്നു പോകുന്ന ജഡ്ജസ്. സെലിബ്രിറ്റീസ് ഉണ്ട് വേറെ ജഡ്ജസ് പാനൽ. അപ്പോൾ ഞാൻ ഇതിനകത്ത് അപ്ലൈ ചെയ്തു. ബാംഗ്ലൂരിൽ നിന്ന് സെലക്റ്റഡ് ആയി. അന്ന് നമ്മൾ കുറച്ചുകൂടെ യങ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ബോഡി ലാംഗ്വേജും ഒക്കെ അങ്ങനെയാണല്ലോ. പിന്നെ അവിടുന്ന് രണ്ടാമത്തെ ഓഡിഷൻ ട്രിവാൻഡ്രത്തായിരുന്നു. ട്രിവാൻഡ്രത്ത് ഒരു കോവളത്തെ ഒരു ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു. അവിടെയും എനിക്ക് സെലക്റ്റഡ് ആയി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എൻട്രി ചെയ്യുന്നത്. 17 പേരായിരുന്നു ഞങ്ങൾ. അതിനകത്തുള്ളവരും എല്ലാം ഇപ്പം വളരെ ഫേമസ് ആയിട്ട് നാഷണൽ അവാർഡും ഒക്കെ മേടിച്ച സിനിമയിൽ തന്നെയുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ എനിക്ക് അന്നേരമൊക്കെ ഇതെന്താണ്, അയ്യോ ഇവരൊക്കെ എന്തിനാണ് ഇങ്ങനെ പഠിക്കുന്നത്, ഈ സിനിമയിൽ അഭിനയം പഠിപ്പിക്കുകയാണല്ലോ അതിൻ്റെ ഈ ബെസ്റ്റ് ആക്ടറിന്, അതൊന്നും എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഇവരെല്ലാം ഈ യുവജനോത്സവത്തിൻ്റെ ഭാഗമായിട്ട് വന്ന കുട്ടികളാണ്. അപ്പോൾ ഇവർക്ക് ഈ ഡ്രാമയൊക്കെ ചെയ്യുന്ന നല്ല പരിചയമുണ്ട്. പ്രത്യേകിച്ച് കാലിക്കറ്റിൽ നിന്നൊക്കെ വരുന്ന ഇവർക്ക് ഈ ഡ്രാമ എന്ന് വെച്ചാൽ അവർ ഓട്ടംതുള്ളൽ ഡ്രാമയൊക്കെ അവർ വളരെ കലാപരമായ മേഖലകളിലൊക്കെ മോണാക്ട് ഒക്കെ ചെയ്ത് അവർ നല്ല തറവായി വന്നവരൊക്കെയാണ്. അപ്പം അവർ ചെയ്യുന്നതും ഭയങ്കര ഡെപ്തുള്ള ക്യാരക്ടേഴ്സൊക്കെയാണ്. ഈ നിലമ്പൂർ ഐഷിത്തയുടെ അതേപോലെ അങ്ങനത്തെയൊക്കെ ഓരോ ക്യാരക്ടേഴ്സ് എടുത്താണ് അവർ അതിനകത്ത് തന്നെ പെർഫോമൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇവർ അപ്പം ഞാൻ തന്നെ ഇങ്ങനെ അതിശയിച്ച് നോക്കിയിരിക്കും എനിക്കിതൊക്കെ എങ്ങനെ ചെയ്യാൻ പറ്റും എന്നൊക്കെ. അപ്പം നമ്മളെ അതിന് ഗ്രൂം ചെയ്ത് എടുക്കുകയാണ് അവർ അത്രയും നാൾ കൊണ്ട്. എനിക്കൊരു 6 months ഒക്കെ ആയപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയി. ഒരു 4 months കഴിഞ്ഞപ്പോൾ പ്രഗ്നൻ്റ് ആയി. പിന്നെ എനിക്ക് ഭയങ്കര ബാംഗ്ലൂരിൽ നിന്ന് ട്രിവാൻഡ്രം ട്രാവലിംഗ് ഒക്കെ. എന്നിട്ട് ഞാൻ വന്നു പിന്നെ ഞാൻ അവിടെ തന്നെ സജസ്റ്റ് ചെയ്തു ഞാൻ മാറുക ചെയ്ത്. ആറാമത്തെ വരെ എങ്ങാണ്ടായി ഞാൻ. അപ്പം ഞാൻ പക്ഷേ ചേച്ചിയുടെ ഒരു മൈൽ സ്റ്റോൺ എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഒരു തുടക്ക കാലഘട്ടത്തിലൊരു ഒരു സിനിമ എങ്ങനെയാണ് അല്ലെങ്കിൽ സിനിമ അഭിനയം എങ്ങനെയാണെന്ന് പഠിച്ച ശരിക്കും ഒരു പാഠം ശരിക്കും ബെസ്റ്റ് ആക്ടർ തന്നെയായിരിക്കും. എനിക്ക് ആ ബിഹേവ് ചെയ്യേണ്ടതാണെന്നും പിന്നെ നമുക്ക് ഈ ഫ്രീ ടൈമൊക്കെ സിനിമ കിട്ടുമ്പോൾ മീൻസ് എപ്പോഴും ഡയലോഗ്സ് ഇല്ലല്ലോ. ഡയലോഗ്സ് ഇല്ലാതെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം അങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തേ അത് പഠിക്കുകയുള്ളൂ. പിന്നെ ഡയലോഗ് ഡെലിവറി അതൊക്കെ എന്നെ ഇവർ ഗ്രൂം ചെയ്യുന്ന. കൂടാതെ നമ്മുടെ കൂട്ടത്തിലുള്ള സിദ്ധാർത്ഥ് ശിവ, മുസ്തഫ, ശർമാജി, സുരഭി അവരെല്ലാം ഇതിനകത്തുണ്ടായിരുന്നു. അവരെല്ലാം ഗിരി, ശ്രീകുമാർ ഇവരെല്ലാം ഇപ്പോഴും തന്നെ ഉള്ളവരാണ്. അപ്പം അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യും. എന്ന് വെച്ചാൽ ഗ്രൂപ്പ് വൈസ് ആയിരുന്നു. അപ്പം നമ്മളെ ഗ്രൂപ്പ് തിരിക്കുമ്പോൾ ഭയങ്കര കോമ്പറ്റീഷൻ കൂടുമല്ലോ. അപ്പോൾ ബാംഗ്ലൂരുള്ള ഞാൻ 4-5 പേര് ഒരു ഗ്രൂപ്പ്. പിന്നെ മാറ്റി തരുമ്പം കോട്ടയം അവരെല്ലാം അങ്ങോട്ട് വരും. എനിക്കിങ്ങനെ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് ആ വീട്ടിലായിരിക്കും ഞങ്ങളെല്ലാം കൂടെ താമസിക്കുക. അപ്പോൾ ഒരു ഗുരുകുല സമ്പ്രദായം പോലെ ആയിരുന്നു ഞങ്ങളുടെ. ഭയങ്കര സ്നേഹമായിരുന്നു. ട്രാവൽ ചെയ്യുന്ന ഒന്നിച്ച് എന്നെക്കൊണ്ട് പെട്ടി പോലും ചോദിപ്പിക്കുക. ഇവരെല്ലാം എൻ്റെ കൂടെ ഭയങ്കര സ്നേഹമായിരുന്നു എന്നോട്. എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ അത്രയും നന്നായി ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയത്തിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെടുന്ന ആളുകൾ കൂടുതലുണ്ടായിരുന്നു. അതെ. അപ്പൊ അവരുടെ ഒരു കൂട്ടത്തിൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും ഗ്രൂമിങ് ഉണ്ടായിട്ടുണ്ടല്ലേ. അതെ. അവര് പഠിക്കുന്നതോടൊപ്പം നമ്മളെയും കൂടെ പഠിപ്പിച്ചു തരുമായിരുന്നു. ജിയോ ബേബി ഒക്കെ സിദ്ധുവിൻ്റെ ഫ്രണ്ട് ആയതുകൊണ്ട് നമ്മളോടൊപ്പം വീട്ടിലുണ്ടാവും. അവർ പഠിപ്പിച്ചു തരും. അതുപോലെ മുസ്തഫയുടെ വൈഫും ഞാനും പ്രഗ്നൻ്റാണ്. അപ്പം മുസ്തഫയുടെ വൈഫിനെ എന്നെ ആയിരിക്കും കൂടുതൽ കെയർ ചെയ്യുക എല്ലാവരും. അങ്ങനെ ഭയങ്കര ഒരു സ്നേഹം ഉണ്ടായിരുന്നു ആ ഒരു ഇതിൽ. എനിക്ക് എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം സിനിമയെ പറ്റി ഒരു ഡൗട്ട് ചോദിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും ഒരു സെലക്ട് ചെയ്യാനുള്ള ഒരു തോട്ട്സ് ഒക്കെ വരുമ്പോൾ അത് ചൂസ് ചെയ്യാനൊക്കെ ഞാൻ അവരെ വിളിച്ച് ചോദിച്ചാൽ എനിക്കൊരു പെട്ടെന്നൊരു നമുക്ക്
ചേച്ചി അങ്ങനെ വേണ്ട, അത് ചെയ്തു നോക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ ഒരു ആൾക്കാരുണ്ട്. ആൾക്കാരുണ്ട്. ആ ഒരു സുഹൃത്ത് ബന്ധമുണ്ട് ശരിക്കും ഉണ്ട്. ഇപ്പോഴും അല്ലേ? നമുക്ക് ആ സ്വാതന്ത്ര്യമുള്ള സുഹൃബന്ധം. അതിനുശേഷം സിനിമയിൽ വന്നു. ശ്യാം പ്രസാദ് സാറിന്റെ അരികയിലാണോ ആദ്യമായിട്ട് ചെയ്യുന്നത്? അല്ല, ആ അതെ ഒരു അതെ. സമയത്ത് അരികയിലോട്ട് വന്നു. അപ്പൊ എങ്ങനെയായിരുന്നു ഈ ഒരു റിയാലിറ്റി ഷോയിൽ നിന്ന്? അപ്പോഴും പേടിയായിരുന്നു. റിയാലിറ്റി ഷോ കഴിഞ്ഞ ഉടനെ ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഒരു 3 മാസം കഴിഞ്ഞപ്പോഴാണ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. ഒരു കന്യാസ്ത്രീ ആയിട്ട്, ഒരു നണ്ണായിട്ടാണ് ചെയ്യുന്നത്. അതും ലിയോ തദേവൂസ് എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ഷോർട്ട് ഫിലിമാണ്. അത് അതും സിനിമാക്കാരായിരുന്നു മൊത്തം. അതിൻ്റെ കൂടെ അഭിനയിച്ചവരും അതെ, അതിൻ്റെ ക്രൂസ് മുഴുവൻ അങ്ങനെയായിരുന്നു. അവിടെ നിന്നാണ് ഒരു ജോളി എന്ന് പറഞ്ഞ കൺട്രോളർ ഒരു ഡോക്ടേഴ്സ് ഫിലിംസ് ബാംഗ്ലൂരിലുള്ള ടൈറ്റൻ വാച്ചിൻ്റെ ആഡ് ചെയ്യാനായിട്ട് ഒരു മലയാളി മുഖമുള്ള ആരെയും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഫോട്ടോ അവർ അയച്ചു കൊടുത്തു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ പരസ്യം ചെയ്യുന്നത്. പിന്നെ പരസ്യത്തിൻ്റെ ബഹളമായിരുന്നു. ആദ്യം ചെയ്യുന്ന നാഷണൽ ആഡായിരുന്നു. പിന്നെ നാഷണൽ ആഡും ചെയ്തു, അല്ലാത്തതും ചെയ്തു, ഒരു ഇന്റർനാഷണൽ ആഡും ചെയ്തു. എനിക്ക് തോന്നുന്നു ധോണി സാറിന്റെ കൂടെ അതുപോലെ അഭിഷേക് ബച്ചന്റെ കൂടെയൊക്കെ ധോണിയുടെ കൂടെ അഭിനയിച്ചു, അഭിഷേക് ബച്ചന്റെ കൂടെ അഭിനയിച്ചു, സാമന്തയുടെ കൂടെ അഭിനയിച്ചു. പിന്നെ നമ്മുടെ മലയാളം ആക്ടേഴ്സിന്റെ മിക്കവാറും എല്ലാവരുടെയും കൂടെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ആഡ് ചെയ്തിട്ട് പിന്നെ സിനിമയിലോട്ട് വരുന്ന സമയത്ത് അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു? ആ ഒരു ഡിഫറൻസ് എങ്ങനെയാ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? ആഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് സിനിമ പിന്നെയും ഓഫേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി. പക്ഷേ എനിക്ക് സിനിമ എങ്ങനെ ചൂസ് ചെയ്യണം? ആഡാണ് ഒരു മാസമൊക്കെ നിന്നിട്ടങ്ങ് പെട്ടെന്ന് പോകുമല്ലോ. സിനിമ അങ്ങനെയല്ലല്ലോ, എപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണുകയല്ലേ ആൾക്കാരെ. അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ശരിയാവുമോ എന്നൊക്കെ ഉള്ളത് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ശ്യാം പ്രസാദ് സാർ പിന്നെയും നമുക്ക് ആ ഒരു ബന്ധമുണ്ടല്ലോ, ഒരു വർഷത്തെ ആ ഒരു റിയാലിറ്റി ഷോയുടെ. അപ്പം മുരളി സാറാണ് എന്നെ വിളിക്കുന്നത്. മുരളി ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു, ആശ ശ്യാമിൻ്റെ സിനിമയാ, അപ്പം ചുമ്മാ ആണേലും വന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ പേടിയാ, വേറൊരു കുട്ടിയെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന കാസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ആ കുട്ടിക്ക് പെട്ടെന്ന് വയ്യാതെ വന്നുകൊണ്ട് ചെയ്യണം, ഇങ്ങനെ വിജിഷാംബിക എന്നായിരുന്നു അവളുടെ പേര്. വിജിക്ക് വയ്യാണ്ടായി, ആശ ചെയ്യണം. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയാ, ഇതോടെ അങ്ങ് നിർത്തിക്കോ, ഇവിടെ ചെയ്യൂന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് വെച്ചിട്ടായിരുന്നു. അങ്ങനെയാണ് ചെയ്തത്. അതൊരു പാരലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ, ഒരു ലേഡി, പ്രകാശ് ബാരയുടെ വൈഫാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡായിട്ട് അഭിനയിക്കുന്ന പ്രകാശ് ബാര എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മമതയോട് ഇഷ്ടമാണ്, അങ്ങനെ ഒരു സ്റ്റോറി. അറിയാം, നല്ലൊരു മൂവി. ഇപ്പൊ ശ്യാം പ്രസാദ് സാറിന്റെ മൂവി എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമ ഇപ്പോഴും ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന സിനിമകളാണ്. അപ്പൊ അതിലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നത് പുള്ളി നരേറ്റ് ചെയ്ത് തരുന്നതൊക്കെ ഭയങ്കര നമുക്ക് ഒട്ടും പ്രയാസം വരാതെ, അല്ലെങ്കിൽ ഡയലോഗ്സിനൊക്കെ നമ്മൾ തെറ്റുമെന്നൊക്കെ പുള്ളി നരേറ്റ് ചെയ്ത് തന്നാൽ നമുക്കത് ഡയലോഗ്സ് പഠിക്കണ്ട, അതുപോലെ നമ്മൾ അത് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് സിനിമയിലൂടെ കിട്ടിയത്. അപ്പൊ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ എന്തെങ്കിലും വെല്ലുവിളികൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അപ്പൊ നമുക്ക് ഇപ്പൊ ചേച്ചി ഇപ്പൊ തന്നെ പറഞ്ഞു ഇപ്പൊ തെറ്റുമോ എന്നുള്ള പേടി ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ളതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? പേടി എനിക്ക് ഇപ്പോഴും നിങ്ങളുടെ മുമ്പ് ഇരിക്കുമ്പോഴും പേടിയാ. എന്നെ സംബന്ധിച്ചുള്ള പേടി എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഒരു എന്ത് തുടങ്ങുന്നതിന് മുമ്പേ പിന്നെ അവരുമായിട്ട് ഞാൻ കുറച്ചൊന്ന് മിണ്ടി കഴിയുമ്പോഴാണ് ഞാൻ തന്നെ ഒന്ന് ഇതാകുന്നത്. ഒരു സിനിമ സെറ്റിലൊക്കെ പോയ ആദ്യത്തെ ഒരു ദിവസമൊക്കെ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്, ഒരു പരിചയമില്ലാത്തതാണെങ്കിൽ. അതുകൊണ്ട് ഞാൻ പരിചയമുള്ളവരുടെയാണ് കൂടുതലും അഭിനയിച്ചിരിക്കുന്ന സിനിമയൊക്കെ. അങ്ങനെ പേടിയുണ്ട്, ഇപ്പോഴും പേടിയുണ്ട്, എപ്പോഴും പേടിയുണ്ട്. പിന്നെ ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ ഇത്രയും സിനിമ ചെയ്തു, ഇപ്പൊ ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു പ്രളയശേഷം ജലകന്യക എന്ന് പറഞ്ഞ സിനിമ. അപ്പൊ ഇത്രയും ഒരു സിനിമ കരിയർ എടുത്തു നോക്കുമ്പോൾ ചേച്ചിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എപ്പോഴും കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് എപ്പോഴും ഒരു ടൈപ്പ് കാസ്റ്റ് ആയി പോകുന്നുണ്ടോ, അങ്ങനെ എപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ടോ? ഒരു സമയം തോന്നിയിട്ടുണ്ട്. മദർ ക്യാരക്ടർ ആണെങ്കിൽ കൂടുതലും മദർ ക്യാരക്ടർ അങ്ങനെയൊക്കെ വരുമ്പോൾ തോന്നിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് അറിയില്ല, അത് ഈ പ്രളയശേഷം, അതേപോലെ സന്തോഷം, കല്യാണം, അങ്ങനത്തെയൊക്കെ പുള്ളിക്കാരൻ സ്റ്റാർ, അങ്ങനത്തെയൊക്കെ കുറച്ച് വെറൈറ്റി, ഹോം, ഒരു സമയം എനിക്ക് അങ്ങനെ ഒത്തിരി വെറൈറ്റി ഇങ്ങനെ മാറി മാറി കിട്ടിയിരുന്നു. പലതരത്തിലുള്ള ഒരു അമ്മ ആണെങ്കിൽ പോലും ഏജ് ഡിഫറൻസ് ഉണ്ടാവും. ഒരു ക്യാരക്ടറിലൊരു ഇച്ചിരി ക്രാക്കായിട്ടുള്ള അമ്മ, പിന്നെ ഒരു നോർമൽ ഒരു പാവം അമ്മ, പിന്നെ ഭയങ്കര ഉത്തരവാദിത്തമുള്ള, അങ്ങനെയൊക്കെയാണ് മാറി മാറി വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ തന്നെ എപ്പോഴും ചെയ്തിട്ടുള്ളത്. ചേച്ചിയുടെ ക്യാരക്ടർ നോക്കുമ്പോൾ അങ്ങനെയാണ് കാണാറുള്ളത് എപ്പോഴും. അതുപോലെ ഫിനിക്സ് സിനിമയിലെ ഒരു സിസ്റ്റർ ക്യാരക്ടർ, അതൊരു ഡിഫറെന്റ് ക്യാരക്ടർ ആയിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു അങ്ങനത്തെ? തലശ്ശേരി ആയിരുന്നു ഫിനിക്സ് ഷൂട്ട്. അതെൻ്റെ ഒരു പിറന്നാളിൻ്റെ സമയമൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സെറ്റിലായിരുന്നു ആ വർഷത്തെ എൻ്റെ ബർത്ത്ഡേ ആഘോഷമൊക്കെ.
നല്ലൊരു ഒത്തിരി ദിവസം നീണ്ടു നിന്ന ഷൂട്ടായിരുന്നു. അതിനകത്ത് ഇതുപോലെ കന്യാസ്ത്രീ ആയിട്ടും അതും കണ്ടല്ലേ മൂവി ഞാൻ കണ്ടല്ലേ? കണ്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു സിനിമ. നല്ലൊരു സിനിമയോട് ആ സിനിമ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടു കഴിഞ്ഞ ശരിക്കും ഒരു വിങ്ങലാണ് ആ സിനിമ കാണുമ്പോൾ. നമുക്കൊരു വിഷമം തോന്നുന്ന ഒരു സിനിമ. അപ്പൊ അതിലും നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് ചേച്ചി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇത്രയും ക്യാരക്ടർ ചെയ്തതിൽ എപ്പോഴും നമ്മുടെ മനസ്സിനോട് അടുപ്പമായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ, അത് ഏതാ തോന്നിയിട്ടുള്ളത്? എനിക്കങ്ങനെ കുറേ സിനിമകൾ ഇഷ്ടമാണ്. അതിനകത്ത് കുമ്പസാരത്തിൽ ചെയ്ത ക്യാരക്ടർ ഇഷ്ടമാണ്. ഗ്രാൻഡ് ഫാദറിനകത്ത് ചെയ്ത ആ കാല് വയ്യാത്ത ലേഡി ആയിട്ടുള്ള ഇഷ്ടമാണ്. പിന്നെ ബഷീറിൻ്റെ പ്രേമലേഖനത്തിലെ ആ സാറാമ്മ എന്നുള്ള ക്യാരക്ടർ ഭയങ്കര ഇഷ്ടമാണ്, ഷീലാമ്മയുടെ കൂടെ ഉള്ള. പിന്നെ പ്രളയശേഷം, ഓഫ് കോഴ്സ് പ്രളയശേഷമാണ് ഏറ്റവും ഇഷ്ടം. കാര്യം എനിക്ക് അതിനകത്താണ് ഏറ്റവും കൂടുതൽ നമുക്ക് അഭിനയിക്കാനുള്ളതുണ്ടായിരുന്നു. സന്തോഷം ഇഷ്ടമാണ്. സന്തോഷത്തിലും ഇങ്ങനെ എപ്പോഴും റീലിൽ എടുക്കുന്ന ഒരു അമ്മ. എനിക്ക് തോന്നുന്നു ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, എന്നെ അങ്ങനെ മനസ്സിലാവില്ല. ഇപ്പൊ പുറത്തൊക്കെ ഞാനിപ്പോ ബസ്സിലോ അല്ലെങ്കിൽ പുറത്തൂടെ ഒക്കെ പോകുമ്പോഴും അങ്ങനെ പെട്ടെന്ന് ആൾക്കാർക്ക് എന്നെ അങ്ങനെ ഐഡന്റിഫൈ ചെയ്യില്ല. കുറേ നേരമൊക്കെ നോക്കി ഇരുന്നിട്ട് അങ്ങനെ മനസ്സിലാവും. അല്ലെങ്കിൽ ഞാനങ്ങ് പോയി കഴിയുമ്പോ ഒക്കെ ഇങ്ങനെ വെച്ചോണ്ടൊക്കെ ഇരുന്നിട്ട് എവിടെയോ കണ്ട് പരിചയം അങ്ങനെയൊക്കെ. അല്ല, ചിലപ്പോ ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ പേരാണോ ഇതന്നെയാണോ എന്നുള്ളൊരു സംശയം വരുന്നുണ്ടായിരിക്കില്ലേ? അതുപോലെ ഇപ്പൊ പ്രളയശേഷം ജലകന്യകനെ പറ്റി പറയാം. അപ്പൊ ആ സിനിമയിലെ ഒരു 70+ അല്ലെങ്കിൽ 80 ആ ഒരു ഏജിലുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? ചേച്ചിയുടെ ഒരു ഗെറ്റപ്പേ ചേഞ്ച് ആയിരുന്നു ആ ഒരു സിനിമയില്. അതെങ്ങനെയായിരുന്നു? ആ എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? അതും ഇതുപോലെ തന്നെ എനിക്ക് പെട്ടെന്ന് വന്ന ഒരു സിനിമയാണ്. അവർ കുറേ കാലമായിട്ട് ഇങ്ങനെ ഓഡിഷൻ വെച്ചു, അല്ലാതെയൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അവരെന്നിട്ട് ഒരു 4-5 പേരെ ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ക്യാരക്ടറിന്. പിന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി തന്നെ ഏറ്റവും മികച്ച നിൽക്കുന്ന ആർട്ടിസ്റ്റിനോടൊക്കെ ഈ കഥയും ഒക്കെ അവർ സംസാരിച്ചതാണ്. പക്ഷെ അതിന് ബഡ്ജറ്റ് കുറവാണ്. കേരള ഗവൺമെൻറ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. KSFDC ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം അതിന് ആ ഒരു ബഡ്ജറ്റിൽ പലർക്കും അത് നിരസിക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഇത് 17 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത ഒരു ചെറിയ സിനിമയല്ലേ. അത് സിനിമ തുടങ്ങുന്നതിനൊരു ഒരാഴ്ച, മാക്സിമം ഒരു 7 ദിവസം മുമ്പാണ് അവരെന്നെ കാണാൻ വരുന്നത്. ആദ്യമേ ഫോൺ വിളിക്കുക ചെയ്തത്. അത് കഴിഞ്ഞ് ഉടനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. വിത്ത് മേക്കപ്പ് മാനും ഒക്കെ ആയിട്ട് ഇവിടെ വന്നു. അവരെൻ്റെ ആ ഡ്രസ്സ് ഇട്ടിട്ട് മുടിയൊക്കെ അങ്ങനെ ചെയ്തു നോക്കി. അവരുടെ ഒരു മനസ്സിൽ നോക്കത്താ ദൂരത്തെ ആ അമ്മൂമ്മനെ പോലെ ഇരിക്കണം, ആ അമ്മച്ചീനെ പോലെ ഇരിക്കണം. അവർക്കറിയില്ല ഞാൻ കോട്ടയത്തുള്ള ആണെന്നും ക്രിസ്ത്യൻ ആണെന്നും ഒന്നും അറിയില്ല. അപ്പം ഞാൻ എങ്ങനെ ആയിരിക്കും, എനിക്ക് ആ ഒരു ആക്ടിവിറ്റി ഒക്കെ അറിയാമോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇവിടെ വന്ന് എന്നെ കൊണ്ടൊരു ഒരു ഡയലോഗ്സ് ഒക്കെ പറയിച്ചു, കുറച്ച് ഫോട്ടോസ് എടുത്തു. അത് കഴിഞ്ഞ് എന്നോട് സംസാരിച്ചു, കഥ പറഞ്ഞു, കഥ മുഴുവൻ നരേറ്റ് ചെയ്ത് തന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെയാണെങ്കിൽ ആശയാണ് എന്ത് ചെയ്യും എന്നൊക്കെ. അപ്പം ഞാൻ അവർ വന്നപ്പോൾ ഇത്രയും പേരുണ്ടാവും എന്ന് വിചാരിച്ചില്ല. ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അപ്പം കുറച്ച് പേർക്ക് ചായ വേണം, കുറച്ച് പേർക്ക് കാപ്പി വേണം, കുറച്ച് പേർക്ക് ജ്യൂസ് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആകെ ഒന്നാമത്തെ സിനിമാക്കാരാകെ അപ്പം ഞാൻ പെട്ടെന്ന് അതൊക്കെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നു പർപ്പസ് ആയിട്ട് അവരത് എന്നോട് പറഞ്ഞതാണ്. പിന്നെയാണ് അത് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാനത് ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന നോക്കിയതാണ് അവർ. അപ്പം അതെല്ലാം ഞാൻ പെട്ടെന്ന് കൊണ്ട് കൊടുത്തു, അവരോട് സംസാരിച്ചു. അപ്പം ഈ ഒരു അമ്മച്ചി അങ്ങനെ ഒത്തിരി ആക്ടിവിറ്റീസ് ആ സിനിമ കണ്ടാൽ അറിയാം ഒന്നിച്ച് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈ പ്രായത്തിലും അവര് കോഴിയെ വളർത്തും. പക്ഷെ അവർക്കൊരു കാലിനൊരു ഇച്ചിരി ഒരു ഇതുണ്ട്. അവർ കോഴിയെ വളർത്തും, പശുവിനെ നോക്കും, അതിൻ്റെ കാടകളുണ്ട്, അതിൻ്റെ കൂടെ വയ്യാത്ത അപ്പച്ചനുണ്ട്, വീട്ടിലെ ഒരു പൂച്ചയുണ്ട്, വീട്ടിലെ ജോലി മുഴുവൻ. അതിൻ്റെ ഇടയ്ക്ക് വെള്ളപ്പൊക്കത്തിന് അവർക്ക് എങ്ങനെ അതിൽ നിന്ന് സസ്റ്റെയിൻ ചെയ്യാനായിട്ട് അവരൊരു ചെമ്മാടം ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ ഈ മഴയത്ത്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇങ്ങനെ ഓടി നടന്ന് പണി ചെയ്യുകയും ഭയങ്കര തൻ്റെടിയായിട്ടൊരു സ്ത്രീ. അവർക്ക് മക്കളോടൊന്നും ഒരിഷ്ടമോ ഒന്നുമില്ല, കമ്മിറ്റ്മെന്റ് മക്കളോടില്ല. ആകെ ഇഷ്ടം അവരുടെ അവരുടെ ക്യാരക്ടറിന്റെ പേര് പ്ലെമേനെന്നാ. അപ്പം പ്ലെമേനയും ലൂയി ചായനോട് മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ. രഞ്ജിത്താണ് അത് ചെയ്തിരിക്കുന്നത്, രഞ്ജിത്ത് ലളിതം. അപ്പൊ ഈ ലൂയി ചായനോട് മാത്രമേ ഇവർക്ക്, അവരുടെ ഹസ്ബൻഡിനല്ലാതെ വേറെ ആരോടും അവർക്ക് യാതൊരു സ്നേഹമില്ല. പിന്നെ അവരുടെ വീടാണ് അവരുടെ ഏറ്റവും. പിന്നെ ഈ ജീവികളൊക്കെ, ഈ പശു, ആട്, അതൊക്കെയാണ് അവരുടെ. അപ്പം അവൻ്റെ ഇടയിൽ ഒരു കള്ളം കയറുന്നതാണ് ഒരു സ്റ്റോറി. അപ്പം ആ കഥ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. പിന്നെ അവർക്ക് എന്നെ ഇഷ്ടമാവുമോ എന്നൊക്കെ നമുക്ക് ഉറപ്പില്ലല്ലോ. പിന്നെ അവർ പോയിട്ട് ഒരു 3 KSFDCയോട് സംസാരിച്ചു. ഇങ്ങനെയാണൊരു ക്യാരക്ടറാണ്, അവർക്ക് പകുതി ഇത്ര ഏജേ ഉള്ളൂ, അതിൻ്റെ ഇരട്ടി കാണിക്കണം, ഇങ്ങനെ ബഡ്ജറ്റ് പറഞ്ഞു അവരുടെ. ഇതെല്ലാം ആയിട്ട് നമ്മൾ ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ
ആ സിനിമയ്ക്ക് കയറി. പക്ഷേ സിനിമ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ഈ ഡയറക്ടർ ലോഹിത് സാറിൻ്റെ അസോസിയേറ്റാണ്, ലോഹിത് സാറിൻ്റെ. അതുപോലെ ക്യാമറാമാൻ ലോഹിത് സാറിൻ്റെ മോന് ഹരികൃഷ്ണൻ ലോഹിദാസാണ്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നത് ഡബ്ബിങ് മെയിനായിട്ട് ചെയ്യിക്കുന്ന വിനോദ് സാറാണ്. അപ്പോൾ ഇവരെല്ലാം പഠിപ്പിക്കുന്നവരാണ് മൊത്തം. സിനിമ അഭിനയം പഠിപ്പിക്കുന്നവർ, ഡബ്ബിങ് പഠിപ്പിക്കുന്നവർ, അവരെല്ലാം മൊത്തം അങ്ങനെ ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര എളുപ്പമായിരുന്നു അതിൽ അഭിനയിക്കാൻ. ആദ്യത്തെ 2 ദിവസം ഞാൻ ഭയങ്കരമായിട്ട്, ആദ്യത്തെ ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ ചെന്ന് പറഞ്ഞു, വിനോദേട്ടനോട് പറഞ്ഞു, മനോവേട്ടനോട് പറയാൻ പേടിയായതുകൊണ്ട്, വിനോദേട്ടാ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, വേറെ ആരെയും ഒന്ന് നോക്ക് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഇങ്ങനെ അന്തം വിട്ട് നോക്കി. അത് കഴിഞ്ഞ് പിന്നെ അവരെനിക്ക് പഠിപ്പിച്ചു തന്നു. ഞാനും ഒത്തിരി അതിന് വേണ്ടി ആ ഷൂട്ടിൻ്റെ സമയം പോലും 17 ദിവസം ഉണ്ടെങ്കിലും ആ ഒരു 10 ദിവസം ഭയങ്കരമായിട്ട് സ്ട്രെസ്ഡും ആയിരുന്നു, ഭയങ്കര മെനക്കെട്ടു ഞാൻ ഭയങ്കരമായിട്ട്. ആദ്യത്തെ കുറച്ച് സമയം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ആ ക്യാരക്ടറിലേക്ക് ആയി തുടങ്ങിയത്. പിന്നെ നമുക്ക് ഈസിയാണ് അതുവരെ ആവാനുള്ള അതെന്താണെന്നൊന്ന് എനിക്ക് അവരെന്തായിരിക്കും ഇവർ ഉദ്ദേശിക്കുന്നതെന്നൊന്ന് മനസ്സിലാവാൻ. പിന്നെ പിന്നെ നല്ല യൂസ്ഡായി. നല്ല സിനിമയായിരുന്നു, നല്ല സെറ്റായിരുന്നു, നല്ലൊരു വീട് ഈരാറ്റുപേട്ടയിൽ, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബംഗ്ലാവ് വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. നല്ല വീടായിരുന്നു. അപ്പൊ ആ ക്യാരക്ടർ ചെയ്തതിന് ശേഷം നമുക്ക് പലരും പറയാറുണ്ട് ഒരു ക്യാരക്ടർ ഉള്ളിൽ നിന്ന് പോകുന്നില്ല എന്നൊക്കെ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. അങ്ങനെ എപ്പോഴും തോന്നിയിരുന്നു ഈ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ക്യാരക്ടർ ചെയ്തതിന് ശേഷം അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? കുറച്ച് നാളെ എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു. അത് ശരിയാ. പിന്നെ അതിന്റെ ഡബ്ബിങ്ങിന് സാധാരണ ഞാൻ തന്നെയാണ് ഡബ്ബ് ചെയ്തേക്കുന്നത്. ആ ഡബ്ബിങ്ങിനും ഒക്കെ ഞാൻ നല്ല മെനക്കെട്ടിട്ടുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ അത് കഴിഞ്ഞ ഉടനെ ചെയ്ത സിനിമയാണ് രാസ്തയിൽ ഇതിനകത്ത് കുറച്ച് ഭാഗത്ത് അങ്ങനെ വന്നപ്പം ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് അല്ല അങ്ങനെ പലരും പറയുന്ന കേട്ടിട്ടുണ്ട് കഥാപാത്രം ഇറങ്ങി പോകാൻ കുറച്ച് സമയം എടുക്കുന്നൊക്കെ. പിന്നെ ഇത്രയും സിനിമ ചെയ്യുമ്പോ തന്നെ ഇപ്പൊ ഒരു ക്യാരക്ടർ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒരു കഥ ചേച്ചിയുടെ കയ്യിൽ വരുന്ന സമയത്ത് എന്തൊക്കെ പ്രിപ്പറേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കാറുള്ളത് അങ്ങനത്തെ ഒരു കഥാപാത്രം വരുന്ന സമയത്ത്? നമ്മളിപ്പം മെയിൻ സ്ട്രീമിൽ അധികം ഇങ്ങനെ വല്ലപ്പോഴും അല്ലേ ചെയ്യുന്നുള്ളൂ. നമുക്ക് അങ്ങനെയൊന്നും ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരമൊന്നും എൻ്റെ കാര്യങ്ങളിൽ ഉണ്ടായിട്ടില്ല. ഉണ്ടായത് ഞാൻ മെയിനായിട്ട് നോക്കുന്ന ആ സെറ്റ് എങ്ങനെ ഉണ്ടാവും, എനിക്ക് കംഫർട്ടബിൾ ആയിരിക്കുമോ, പിന്നെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഞാൻ ആ ഒരു ഡ്രസ്സിങ് രീതി അവിടുത്തെ അതൊക്കെ നോക്കും. എൻ്റെ ക്യാരക്ടർ എന്തെല്ലാം ആക്ടിവിറ്റീസാണ് ചെയ്യാനുള്ള അതൊക്കെ നോക്കും. പിന്നെ സ്ക്രിപ്റ്റ് വായിക്കും. സ്ക്രിപ്റ്റ് മനസ്സിരുത്തി ഒരു 2 പ്രാവശ്യം മുഴുവൻ വായിക്കും. വായിച്ചിട്ട് ഞാൻ അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ തോന്നിയാൽ ഡയറക്ടറോട് നേരിട്ട് ചോദിക്കും. ഇന്നൊരു ഇതായിട്ട് എനിക്ക് ഫീൽ ചെയ്താൽ ഇതൊന്ന് മാറ്റി എനിക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അതിനൊക്കെ എനിക്ക് ദൈവം അനുഗ്രഹിച്ച് എനിക്ക് അങ്ങനെ ഒരു ഈ ഒരു ഇൻഡസ്ട്രി വന്നിട്ട് എനിക്ക് അങ്ങനെ ഒരു ആരോടും ഒരു മുഖം കറപ്പിച്ച് സംസാരിക്കേണ്ടി വന്നിട്ടേയില്ല. ഒരു കാര്യത്തിലും വന്നിട്ടില്ല. എന്നോടും ആർക്കും അങ്ങനെ ഒരു ഇതുണ്ടായിട്ട് എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഡബ്ബിങ്ങിന്റെ സമയം ആദ്യമൊക്കെ എനിക്ക് ഡബ്ബിങ് കുറച്ച് പ്രയാസം എന്താണെന്ന് അറിയാത്തതുകൊണ്ട് അന്ന് എന്നെ കുറച്ച് വഴക്ക് പറഞ്ഞു. അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. അന്ന് എനിക്ക് ഡബ്ബ് ചെയ്യാനായിട്ട് അവസരം പോയ ഒരു അവസരമുണ്ട്. അത് ഇപ്പോഴും എനിക്ക് ഡബ്ബ് ചെയ്യാൻ കയറുമ്പോൾ ഞാൻ അത് ആദ്യം ആലോചിക്കുക. ആ ഒരു ട്രോമ എന്നിലുണ്ടെന്ന് എനിക്കറിയാം. ഡയലോഗ് മീര ജാസ്മിന് ഞാനിവിടെ സിസ്റ്റേഴ്സ് ആയിട്ട് ചെയ്യുന്ന ഒരു മൂവിയുണ്ട്. മീരയ്ക്ക് കണ്ണ് കാണാൻ മേലാത്ത ഒരു മൂവി. ആ സമയം മീര നല്ല അഭിനയിച്ച് തരൂർ കാണുന്നത്. അപ്പൊ എൻ്റെ അത് ആദ്യ തുടക്ക സമയമാണ്. ആ സമയത്ത് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. അന്ന് പറഞ്ഞ് അങ്ങനെ അവരോട് ഇതല്ല, എനിക്ക് പറ്റിയ തെറ്റിനെ ഓർത്തിട്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റാത്ത ആ ഒരു വിഷമം, അങ്ങനെ ഒരു വെല്ലുവിളി ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്നേരം. പക്ഷെ ആ സമയം പിന്നെ നമുക്ക് അങ്ങനെയൊക്കെ ഒന്ന് വന്നു കഴിഞ്ഞാണ്ടല്ലോ എപ്പോഴും നമ്മൾ ആ ഒരു കാര്യത്തിൽ ഭയങ്കര കോൺഷ്യസ് ആയിരിക്കും. എനിക്ക് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് മാറ്റിയെടുക്കാൻ കുറച്ച് നാളെടുത്തു അല്ലേ? പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ കുറച്ചു കാലം മുൻപ് തന്നെ നമുക്ക് ഏറ്റവും വലിയൊരു വേദന ഉണ്ടായ ഒരു സംഭവം ശ്രീനി ചേട്ടന്റെ മരണം എന്ന് പറയുന്നത്. ശ്രീനി ചേട്ടനായിട്ട് സിനിമ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഒന്നല്ല, ശ്രീനിയേട്ടൻ്റെ കൂടെ നായികയായിട്ട് ഞാൻ ശ്രീനിയേട്ടൻ ഹസ്ബൻഡ് ആൻഡ് വൈഫായിട്ട് ഒരു സിനിമ, പിന്നെ അല്ലാതെ കല്യാണം ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചു. ഞങ്ങൾ വർഷങ്ങളോളം ആംകോസ് പരസ്യത്തിലെ ബ്രാൻഡ് അംബാസഡറായിരുന്നു. ഞാനും വൈഫായിട്ട് അഭിനയിച്ചു. അങ്ങനെ വേറെ കുറേ പരസ്യങ്ങളിലും അഭിനയിച്ചു. അപ്പോൾ ശ്രീനിച്ചേട്ടനായിട്ടുള്ളൊരു ആത്മബന്ധം എങ്ങനെയായിരുന്നു? ശ്രീനിയേട്ടൻ്റെ കൂടെ എല്ലാം തമാശ രീതി പറയുന്നുണ്ട്. നമുക്ക് ശ്രീനിയേട്ടൻ പറയുന്നത് സീരിയസ് ആണോ തമാശ ആണോ എന്ന് ആദ്യമൊക്കെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമുക്ക് മനസ്സിലാവും ശ്രീനിയേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ. ഇപ്പം ഒരു സിനിമയുടെ ഷൂട്ട് ഇപ്പം ഏതായിരുന്നു, എനിക്ക് തോന്നുന്നു സ്വർഗത്തേക്കാൾ സുന്ദരം എന്നുള്ള മൂവിയുടെ ഷൂട്ട് നടക്കുക. അപ്പം പുറത്ത് ഗ്രൗണ്ടിലാണ് ഷൂട്ട്. ഭയങ്കര വെയിലെന്ന് പറഞ്ഞാൽ നമുക്ക് മൈഗ്രെയിൻ, എനിക്ക് വെയിൽ ഇങ്ങനെ അടിച്ചാൽ ഉടനെ മൈഗ്രെയിൻ വരും.
അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണിന് വേദന എടുത്ത് മൈഗ്രെയിൻ വരുന്നു അതുപോലത്തെ അന്നേരം ശ്രീനേട്ടന് അപ്പുറം ഇരിപ്പുണ്ട്. ഞാൻ എൻ്റെ മേക്കപ്പ് ചെയ്യുന്ന കുട്ടിയോട് പറഞ്ഞു. ഉടനെ എൻ്റെ മൂക്കുത്തി പോയി. ആ ഓക്കെ. അപ്പം ഞാൻ എന്നാ ശ്രീനേട്ടൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീനേട്ടൻ അപ്പോൾ ഒന്നും മിണ്ടിയില്ല. ഇങ്ങനെ കുറച്ച് നേരം എന്നെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, രാവിലെ എണീക്കുമ്പം വളരെ ഇതല്ലേ മൈഗ്രെയിൻ ആണല്ലേ? ആ എന്നാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര മൈഗ്രെയിൻ. ആ രാവിലെ എണീറ്റ് സൂര്യനെ ഒന്നും നോക്കാറില്ലല്ലോ? എന്നാൽ ഞാൻ പറഞ്ഞില്ല. ആ അങ്ങനെ വേണം അങ്ങനെയൊക്കെ ഇങ്ങനെ തമാശ രീതിയിലാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു അത് രാവിലെ എണീറ്റ് നമ്മൾ കുറച്ചു നേരമൊക്കെ സൂര്യനെയൊക്കെ നോക്കണം, സൂര്യനെ നോക്കി കുറച്ചു നേരം കണ്ണു തുറന്നൊക്കെ നിൽക്കണം, എന്നാലേ ഇങ്ങനത്തെ കാര്യത്തിലൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഓർത്ത് ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ശ്രീനേട്ടൻ അങ്ങോട്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ അങ്ങ് പോയി. പക്ഷെ അതൊരു ഭയങ്കര ഒരു കാര്യമാണ്. നമ്മൾ അത് ചെയ്താൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരില്ല. നമ്മൾ സൂര്യനെ കാണുമ്പോൾ ഇങ്ങനെ കണ്ണ് പൊത്തി പോവില്ലേ, അത് ശരിക്കും നമ്മൾ ലൈറ്റ് കുറയുമ്പോൾ ഇങ്ങനെ നോക്കി നിൽക്കണമെന്ന്. പിന്നെ അതെനിക്ക് നന്നായിട്ട് പറഞ്ഞു തന്നു. ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ ഇത് ചോദിക്കുമ്പോൾ അവരുടെ ആ ഒരു എക്സ്പീരിയൻസ് ആണ്. ഓരോ കാര്യവും അങ്ങനെ അഭിനയിക്കുമ്പോൾ ഉള്ള കാര്യം മമ്മൂക്ക പറഞ്ഞു തരുമല്ലോ. പുള്ളിക്കാരൻ സ്റ്റാർ ആയിക്കകത്ത് ഞാൻ കട്ടെന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ തിരിഞ്ഞിട്ട് തീർന്നോന്നോ ഏതാണ്ട് ചോദിച്ചു. നിന്ന് കറങ്ങല്ലേ, നീ അവിടെ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറയും. അല്ല മമ്മൂക്കനെ പറ്റി പറയുകയാണെങ്കിൽ മമ്മൂക്ക എല്ലാവർക്കും ഇതേപോലെ സജഷൻസ് ഒക്കെ പലരും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. ഏറ്റവും അതിശയമായിട്ട് എനിക്ക് സിനിമയെക്കാളും ഒക്കെ തോന്നിയിരിക്കുന്നത്, നമ്മൾ ഏത് ഒരു കാര്യവും മമ്മൂക്കയോട് ചോദിക്കാനായിട്ട് മമ്മൂക്ക ഇതെന്ന് ചോദിച്ചൊരു മെസ്സേജ് അയച്ചാൽ ഒരു മമ്മൂക്ക റിപ്ലൈ ഒരു വിത്തിൻ 5-10 മിനിറ്റ്സിൽ നമുക്ക് റിപ്ലൈ തരും. അതൊരു ഇത്രയും ബിസി ആയിട്ടുള്ള ഒരാൾ എത്രയോ പേരുടെ മെസ്സേജ് ഉണ്ടാവും. എല്ലാവർക്കും, എനിക്കെന്നല്ല എല്ലാവർക്കും അതുപോലെ കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരു വലിയ കാര്യമല്ല. ഈ ഒരു ഏജിലും അദ്ദേഹം ഇത്രയും ഇതായിട്ട് നിൽക്കുന്നു. അതായത് എല്ലാവർക്കും വേണ്ടിയിട്ട് അല്ലെങ്കിൽ എല്ലാവരുടെയും കൂടെ സജഷൻസ് കൊടുക്കാനും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന പല ആളുകളെയും സിനിമയിലോട്ട് കൊണ്ടുവന്നത് തന്നെ മമ്മൂക്കയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു എക്സ്പീരിയൻസ്, ആത്മബന്ധമാണ് അത്. കാരണം മമ്മൂക്കയുടെ ഫാമിലി കുറേ ആൾക്കാർ ഞാൻ താമസിക്കുന്ന ഇവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഉമ്മ ഇവിടെയായിരുന്നു ഒരു 6-7 വർഷം. മമ്മൂക്കയുടെ 2 സിസ്റ്റേഴ്സിൻ്റെ ഫാമിലി ഇവിടെയായിരുന്നു. പിന്നെ അവർ ആ ഒരു ഫാമിലിയിലൊരു 5 ഫാമിലി നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്തുണ്ടായിരുന്നു. അപ്പം നമ്മളെപ്പോഴും അവരെ കാര്യങ്ങൾ അറിയുക, കേൾക്കുക, അവരെ കാണുക. ഇവിടെ അവരുടെ കല്യാണത്തിൻ്റെയൊക്കെ മെഹന്തിയുടെ ആഘോഷങ്ങളൊക്കെ ഉള്ളപ്പോൾ നമ്മളെല്ലാം പങ്കെടുക്കുക, അവരുടെ മക്കളുടെയൊക്കെ. അങ്ങനെ ഉമ്മയായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. ഞങ്ങൾക്ക് ഉമ്മ ഇവിടെ നിന്ന് പോകുന്ന ഒരു വലിയ വിഷമമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ സിനിമ മേഖലയിലായാലും അല്ലെങ്കിൽ പുറത്ത് നിരവധി സൗഹൃദ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണോ ചേച്ചി? എങ്ങനെയാണ് സിനിമ മേഖലയിലൊക്കെ ഉള്ളൊരു സൗഹൃദ ബന്ധങ്ങളെ പറ്റിയിട്ടൊക്കെ പറയാം? ഞാൻ പഠിച്ച കാലം മുതലേ എനിക്ക് എല്ലാവരോടും ഞാൻ സംസാരിക്കുന്നില്ല. ഒരു സുഹൃത്തെന്ന് പറയാൻ, ഒരു പേര് പറയാൻ, ഇങ്ങനെ എടുത്തു പറയാൻ ആരുമില്ല. ഇപ്പോഴും അങ്ങനെ തന്നെ. ഞാൻ കാണുമ്പോൾ എല്ലാവരോടും മിണ്ടും. എന്നെ വിളിച്ച് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. ഞാൻ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവരും എനിക്ക് ചെയ്തു തരാം. അല്ല അതൊരു സ്റ്റിക്ക് ഓൺ ചെയ്തൊരു ഫ്രണ്ട് എന്ന് പറയാനായിട്ട് ഇല്ല. സിനിമ മേഖലയിലും അങ്ങനെ ഇതുവരെ ഇല്ല അല്ലേ? ഓക്കെ. പിന്നെ ഇപ്പൊ അമ്മ അസോസിയേഷനിലൊക്കെ അംഗമാണ്, എക്സിക്യൂട്ടീവ് മെമ്പർ. അപ്പോൾ അവിടെ പല കാര്യങ്ങളിലും അവിടുത്തെ കലാകാരന്മാർക്കും, പഴയ കലാകാരന്മാരുണ്ട്, ഇപ്പോഴുള്ള പുതിയ തലമുറയിലുള്ള കലാകാരന്മാരുണ്ട്, കുറേ നിരവധി സഹായ പ്രവർത്തനങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ അമ്മയിലുള്ളൊരു പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെ എന്താ പറയാനുള്ളത്? നമ്മൾ അമ്മയിലെ പല കാര്യങ്ങളും നല്ല കാര്യങ്ങൾ പുറത്തേക്ക് അറിയുന്നില്ല. ഞാനിപ്പം 504 മെമ്പേഴ്സാണ് ഞങ്ങൾ അമ്മ അസോസിയേഷനിലുള്ളത്. ഇപ്പോൾ ഉള്ളത് പ്രസൻ്റ് ആയിട്ട് 2 പേരിപ്പോൾ മരിച്ചുപോയി. 506 ഇപ്പോൾ 504. അതിനകത്ത് 59 പേർക്ക് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നുണ്ട്. 15,000 എമൗണ്ട് വരുന്ന മെഡിസിൻ നമ്മൾ അമ്മയിൽ നിന്ന് കൊടുക്കുന്നുണ്ട്. 107 പേർക്ക് കൈനീട്ടം കൊടുക്കുന്നുണ്ട് എല്ലാ മാസവും. എല്ലാവർക്കും ഇൻഷുറൻസ് ക്ലെയിം കവറേജ് ഉണ്ട്. മെഡിക്കൽ എന്താവശ്യം വന്നാലും ഇൻഷുറൻസ് ഉണ്ട്. അതുപോലെ ഒരു വർഷത്തിൽ ഒരിക്കൽ അവരുടെ ടാബ്ലറ്റ്സിൻ്റെ അങ്ങനത്തെ നമ്മുടെ ക്ലെയിം മീൻസ് നമുക്കൊരു 10,000 റുപ്പീസ് ക്ലെയിം ചെയ്യാവുന്ന, നമ്മൾ അഡ്മിറ്റ് ആവാതെ നമുക്ക് മെഡിസിൻ മേടിക്കാവുന്ന അലവൻസ് ഉണ്ട്. അതിനോടൊപ്പം നമ്മൾക്ക് ഫാമിലി ഉൾപ്പെടെ എല്ലാവർക്കും മെഡിക്കൽ ചെക്കപ്പ്, അങ്ങനത്തെ പിങ്ക് മന്ത്സ് പോലത്തെ, ഈയിടെ നമ്മളിപ്പോൾ ഒക്ടോബറിൽ പിങ്ക് മന്ത് ചെയ്തു, അതിൻ്റെ എല്ലാം നമ്മുടെ ഫാമിലിയിലുള്ളവർക്കും അത് ഇൻക്ലൂഡഡാണ്, ഫ്രീ ആണ്. അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ഒത്തിരി പ്രോഗ്രാംസും കാര്യങ്ങളും വെക്കുമ്പോഴും ഒത്തിരി പ്രമോഷൻ്റെ ഭാഗമായിട്ടും ഒരുപാട് ഗിഫ്റ്റുകളും അല്ലാതെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളും വീട്ടിലേക്കുള്ള സാധനങ്ങളും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ആരും എവിടെയും പറയുന്നില്ല. ഇതിനൊക്കെ നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ വളരെ ഈസിയാണ്. ഇതിനൊരു പാനൽ തന്നെ നമ്മൾ
ഓരോ മാസം ഇരിക്കുന്നുണ്ട് ഈ മെഡിസിൻ. ഈ മാസത്തെ ആയിരിക്കില്ല അടുത്ത മാസം അവരുടെ മെഡിസിൻ. ആ ഒരു പ്രിസ്ക്രിപ്ഷനിൽ മാറ്റം വരും. അതായിരിക്കില്ല അതിൻ്റെ അടുത്ത മാസം. അപ്പം നമ്മൾ ഇതിനു വേണ്ടി എത്രയോ ദിവസങ്ങളാണെന്നറിയോ ഈ ഒരു മെഡിസിൻ ഇവരുടെ ചേഞ്ചസും ഡോക്ടേഴ്സിനോട് ഡിസ്കസ് ചെയ്യുക. നമുക്കിപ്പോൾ ഒരു ഡോക്ടർ ഉണ്ട് എങ്കിൽ പോലും ഡിസ്കസ് ചെയ്യുക, അത് മാറ്റം വരുത്തുക, അവർക്ക് മെഡിസിൻ എത്തിച്ചു കൊടുക്കുക, അതിന് പോയോന്ന് അന്വേഷിക്കുക. ഇതിനൊക്കെ നല്ലതായിട്ട് നമ്മൾ ഈസി മെമ്പേഴ്സ് ഒരു പാനൽ തന്നെ അതിന് വേണ്ടി മെനക്കെടുന്നുണ്ട്. അതുപോലെ കൈനീട്ടമാണെങ്കിലും കൈനീട്ടം നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മൾ ഫണ്ട് സ്വരൂപിക്കണം. അതേപോലെ നമ്മളൊരു ട്രസ്റ്റാണ്. അപ്പം നമ്മളൊരു ട്രസ്റ്റ് നടത്തുമ്പോൾ എപ്പോഴും ഇത്ര എമൗണ്ട് നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കണമെന്നുള്ള ഒരു മസ്റ്റായിട്ടൊരു റൂളുണ്ട്. അപ്പം നമ്മൾ ഇപ്പം ചെയ്തേക്കുന്നത് ഒരുപാട് സ്ഥലത്ത് ഈ അനാഥാലയം പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഭക്ഷണം കൊടുക്കുക. ഈ കുട്ടികൾ പഠിക്കാത്ത കുട്ടികൾ മീൻസ് പഠിക്കാത്തതെന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷണലി ബാക്ക് ആയിട്ട് നിൽക്കുന്നതല്ല. നമ്മുടെ ഈ വയനാട് ഈ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് അവർക്ക് ഭക്ഷണം, അവരുടെ സ്കൂളിങ്ങിൻ്റെ രീതി, അവർക്ക് സ്കൂളിൽ എന്തെല്ലാം ഡെവലപ്മെൻറ്റ് നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാം. പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ റൂമുകൾ, പിന്നെ അവരോടൊപ്പം ചിലവഴിക്കുന്ന അങ്ങനെയൊക്കെ നമ്മളെപ്പോഴും ഫ്രീക്വൻ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇതൊക്കെ പഴയ ആൾക്കാർ ചെയ്തോന്ന് ചോദിച്ചാൽ അവർ വേറെ രീതി ഒരുപാട് നന്മ പ്രവർത്തികളും കാര്യങ്ങളും ചെയ്തതുകൊണ്ടാണ് നമ്മളായിട്ടുള്ളവരത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നത്. ആ ഫണ്ടാണ് നമ്മൾ വിനിയോഗിക്കുന്നത്. ഇനി നമ്മളായിട്ട് ഫണ്ട് ഉണ്ടാക്കിയാലേ അടുത്ത വരുന്നവർക്ക് ഇതേ രീതിയിൽ പോകാൻ പറ്റുള്ളൂ. അതിന് നമുക്ക് ഏറ്റവും നമ്മളെ സഹായിക്കുന്നവരാണ് മമ്മൂക്ക, ലാലേട്ടൻ, സുരേഷ് ഏട്ടൻ, അങ്ങനത്തെ ആർട്ടിസ്റ്റുകളെല്ലാം. അവരേത് സമയവും നമ്മൾക്ക് വേണ്ടി, അത് അമ്മയ്ക്ക് വേണ്ടി, നമ്മൾക്ക് വേണ്ടി എന്നുള്ളതല്ല, അമ്മയ്ക്ക് വേണ്ടിയും ഇത്ര ആൾക്കാരെ ഇന്നെല്ലാം ചെയ്യുന്നതെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവരവരുടെ ഫ്രീ ആയിട്ടാണ് ഈ ഷോസിന് മുഴുവൻ നമുക്ക് വേണ്ടി സമയം ചെലവഴിച്ച് വന്നു. അവരില്ലെങ്കിൽ ഒന്നുമില്ല. അതുകൊണ്ട് അതാണ് ശരിക്കുള്ള സത്യം അമ്മ എന്ന് പറയുന്നത്. അതെ, എപ്പോഴും പറയുമ്പോൾ നല്ല കാര്യങ്ങളൊന്നും അധികം പുറത്തു വരില്ല. എപ്പോഴും അതിന്റെ എന്തെങ്കിലും നെഗറ്റീവ് വരുന്നതോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതോ മാത്രമേ എപ്പോഴും പുറത്തെ ആളുകൾ അറിയുന്നുള്ളൂ. ഇത്രയും നല്ല കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് ചേച്ചി ഇപ്പൊ പറയുമ്പോൾ പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും. അത് ഞാനും അറിയുന്നത് ഞാൻ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ്. ഈ ഒരു ഡിപ്പാർട്ട്മെന്റിലൊക്കെ ഞാനും ഉള്ളത് കൊണ്ടാണ് എനിക്കും അറിയാവുന്നത്. അമ്മ എന്നൊരു ഓഫീസ് 5 നില ബിൽഡിംഗ് ഉണ്ട്. അത് റൺ ചെയ്യണം. അത് റൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ കറണ്ട് ബില്ല്, അതിലെ സ്റ്റാഫ്സിനെ, ആൾക്കാർ, അവിടെ നിന്നാണ് ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത്, പൈസയെല്ലാം. അപ്പം ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതാണ്. അതൊക്കെ ഇതിനകത്ത് കയറിയാൽ മാത്രമേ അറിയുള്ളൂ. അല്ല, പുറത്തുനിന്ന് പറയുന്ന പോലെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന് അമ്മ എന്ന് തന്നെ പേര് വന്നത്. ഒരു അമ്മ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ ഓഫീസിൽ നിന്ന് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പിന്നെ ഈ അഭിനയം അല്ലാതെ പിന്നെ എന്തൊക്കെയാ ഹോബീസ് ഒക്കെ ഉള്ളത് ചേച്ചിക്ക്? എനിക്ക് ഏറ്റവും ഇഷ്ടം വീട് ഇന്റീരിയർ ഡെക്കറേഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഈ ആൻറ്റിക് സാധനങ്ങളിനോട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് സ്റ്റിച്ചിങ് ഇഷ്ടമാണ്. ഈ പോട്ട് പെയിന്റിങ്, അങ്ങനത്തെ ആക്ടിവിറ്റീസ്, ഗാർഡനിങ്, അതൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് ബഹളങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടം ഇങ്ങനത്തെ ഒക്കെ പീസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇഷ്ടം. പിന്നെ കുക്കിംഗ് പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് ടെലിവിഷനിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ റെഗുലർ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരിയൊക്കെ മടിയുണ്ടാവും. എങ്കിലും എനിക്ക് കുക്കിംഗ് നല്ലോണം ചെയ്യാൻ പറ്റും നമുക്കറിയാലോ. നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി പേര് പറയാറുണ്ട് അത് ടേസ്റ്റ് ഉണ്ട്, ഇത് ടേസ്റ്റ് ഉണ്ട്. അങ്ങനെ കുക്കിംഗ് ഇഷ്ടമാണ്. പിന്നെ എനിക്കൊരു ഓൺലൈൻ ബുട്ടീക്ക് ഉണ്ട്, ഒരു സാരിയുടെ ബുട്ടിക്കാ. മെയിനായിട്ട് അതിനകത്ത് സാരിയാ, റൂഹ എന്നാ പേര്. അത് റൺ ചെയ്യുന്നു. അതിന് കുറച്ച് സമയം അതിന് വേണ്ടി ചെലവഴിക്കും. അഭിനയത്തോടുകൂടെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അതാണ് ചേച്ചി, അതാണ് ഈ ഒരു ജോലിയുടെ പ്രത്യേകത. ഈ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ വേറൊരു ഓഫീസ് ജോബ് ആണെങ്കിൽ നമുക്കൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അവരുടെ സ്ട്രെസ് നമുക്ക് വേണമെങ്കിൽ മാത്രം ചൂസ് ചെയ്താൽ മതി. ആരും ഫോഴ്സ് ചെയ്യത്തില്ല. പെട്ടെന്ന് വല്ലപ്പോഴൊക്കെ ആണെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇപ്പൊ ചേച്ചി പറഞ്ഞു, ഇപ്പൊ സിനിമ അഭിനയത്തെ കുറിച്ചൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ കുടുംബത്തിന്റെ ഒരു പിന്തുണ എങ്ങനെയാണ്? ഭർത്താവ് ഉണ്ട്, അതുപോലെ മകളുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഒരു പിന്തുണ എങ്ങനെയാണ്? എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ കല്യാണ ശേഷമാണല്ലോ ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്. ഇതിനു മുമ്പ് എൻ്റെ പേരൻസിന് ഒന്നാമതേ അവർക്ക് ഈ ഒരു ഫീൽഡ് എങ്ങനെയാന്ന് പോലും അറിയില്ല. പേപ്പറിൽ വായിച്ച് ഇങ്ങനെ ഓരോ ന്യൂസ് കേട്ട് ഭയപ്പെട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. ആ കാലഘട്ടത്തിന്റെ ഒരു വ്യത്യാസം പ്രത്യേക. അപ്പം ഞങ്ങളോടൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ പറയുന്നത് ഒരു കാറ് സൈഡിൽ കൂടെ പോയാൽ കുറച്ച് മാറിയേ നടക്കാവുള്ളൂ, അല്ലെ തട്ടിക്കൊണ്ട് പോകും. ഇങ്ങനത്തെ ന്യൂസുകളൊക്കെ കേട്ട് വളരെ, എൻ്റെ നാടെന്ന് പറയുന്നത് പുതുപ്പള്ളിക്കടുത്ത് തോട്ടയ്ക്കാട് എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അവിടെ ഒരു കോൺവെൻറ്റിലാണ് ഞാൻ സ്കൂളിൽ പഠിച്ചത്. ഡിഗ്രി മീൻസ് പ്രീ ഡിഗ്രിയാണ് ഞങ്ങളുടെ സമയം. പ്രീ ഡിഗ്രി PG ഒക്കെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു. പ്രീ ഡിഗ്രി പഠിച്ചത് BK കോളേജ് അമലഗിരി, MG യൂണിവേഴ്സിറ്റിയുടെ അടുത്തുള്ളത്. ഡിഗ്രി പഠിച്ചത് ഞാൻ ടൂറിസം മെയിൻ സബ്ജക്റ്റ് എടുത്താണ് പഠിച്ചത്, റാന്നി സെയിൻറ്റ് തോമസ്. PG ബാംഗ്ലൂർ ക്രൈസ്റ്റ്. അങ്ങനെയാണ് ബാംഗ്ലൂരിൽ എത്തിപ്പെട്ട് അവിടുന്ന് ജോലിയൊക്കെ ആയത്.
പിന്നെ ഹസ്ബൻഡിനും അവിടെയായിരുന്നു ജോലി, HP-യിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്താണ് മസ്കറ്റ്. അതിൻ്റെ ഇടയിലെല്ലാം ഞാൻ ആർട്സ് ചെയ്യുന്നുണ്ട്. റെഗുലറായിട്ട് ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയപ്പോഴാണ്. പക്ഷെ ഞാൻ ഒരു സിനിമ എന്ന് പറയുന്ന വർഷത്തിൽ 1 or 2 ഒക്കെ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. ഒരു 2016-17 വർഷത്തിൽ 1 or 2 സിനിമയും മേളിൽ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ. അപ്പൊ ഫാമിലിക്ക് എല്ലാം സപ്പോർട്ടാ. അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഒരാളേ ഉള്ളൂ, അച്ഛനും അമ്മയ്ക്കും. അമ്മ ടീച്ചറാ, അച്ഛൻ ഒരു മെഡിക്കൽ ഫീൽഡിലായിരുന്നു. അവർ റിട്ടയർഡായി. ഹസ്ബൻഡിന് അമ്മയായിരുന്നു എൻ്റെ കൂടെ എല്ലാത്തിനും വരുന്നത്. എൻ്റെ മദറിൻലോ റിയാലിറ്റി ഷോയ്ക്ക് കൂടെ വരുന്നതും അല്ലാതെ സിനിമാ ഷൂട്ടിനും എല്ലാം മദറിൻലോ ആയിരുന്നു. ഇപ്പം അച്ഛനും സുഖമില്ലാത്തതുകൊണ്ട് അമ്മയില്ല. അമ്മ ഇപ്പം വരാറില്ല. മോളിപ്പോൾ +2 ആയി. അതുവരെ അമ്മുവും വരുമായിരുന്നു ഷൂട്ടിലൊക്കെ. മകൾക്ക് എന്തെങ്കിലും ഇതുപോലെ അഭിനയത്തിലോട്ട് എന്തെങ്കിലും അവൾക്ക് ഡാൻസാണ് ഇഷ്ടം. അങ്ങനെ അഭിനയം, അവളൊരു നല്ല ഫുഡിയാ, അങ്ങനത്തെയൊക്കെ പുള്ളി. അവരിപ്പോൾ ഒന്നും അതിനോടൊന്നും ഇൻട്രസ്റ്റ് കാണിച്ച് കണ്ടില്ല. ഡാൻസിനോട് ഇഷ്ടമാണ്. ഡാൻസ് കളിക്കാറുണ്ട് നന്നായിട്ട്. ക്ലാസിക്കലും കളിക്കും, വെസ്റ്റേണും കളിക്കും. ഇവരൊക്കെ പഠിക്കട്ടെ, പഠിച്ചൊക്കെ കഴിഞ്ഞ് അവരുടെ ഇഷ്ടം. ചേച്ചിയും ഇതുപോലെ തന്നെ ഡാൻസും കറക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ വീട്ടിൽ അത്രയൊന്നും വലിയ പ്രൊമോട്ട് ചെയ്തിട്ടില്ല. പിന്നെ അന്നൊരു പ്രദീപ് സാറും ഒരു ഓമൻ ടീച്ചർ, ഒരു അമ്മിണി ടീച്ചറൊക്കെ ഉള്ളത് കൊണ്ട് അവരെന്നെ പഠിപ്പിച്ച് അന്നൊക്കെ കളിക്കുമായിരുന്നു. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ഒരു 3 വർഷം, ഇപ്പൊ സ്റ്റോപ്പായി. അല്ല, ഇനിയും അത് തുടരാം. ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ എപ്പോഴും ചെയ്യണം എന്ന് പറയുമല്ലോ. ഇപ്പൊ കുക്കിംഗ് എന്ന് പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഗാർഡനിങ് പറഞ്ഞ പോലെ നൃത്തവും ഇനി തുടരണം. അതുപോലെ ആശ ചേച്ചിക്ക് ഏറ്റവും, അല്ലെങ്കിൽ നമുക്ക് ഇനി ഒരു കഥാപാത്രം ചെയ്യണം, ഇത്രയും സിനിമ ചെയ്തതിന് ശേഷം നമുക്കൊരു ഡ്രീം, ഒരു ക്യാരക്ടർ ഉണ്ടാവുമല്ലോ നമ്മുടെ മനസ്സിൽ, നമുക്ക് ചെയ്യണം എന്നൊരാഗ്രഹം. അങ്ങനെ എന്തെങ്കിലും ക്യാരക്ടർ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എനിക്ക് എപ്പോഴും സിനിമ ചെയ്യുമ്പോഴുള്ളൂ, എനിക്ക് ഒത്തിരി ഒരുങ്ങി ചെയ്യുന്നതിനോട് ഇഷ്ടമില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരുങ്ങുന്നത് ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്ന ഒരു ക്യാരക്ടറെ എനിക്കിഷ്ടമല്ല ഞാൻ ചെയ്യുന്നത്. എന്നുവെച്ചാൽ എനിക്ക് പക്ക ഒരു വീട്ടമ്മ ഭയങ്കര ഒരുങ്ങി, അല്ലെങ്കിൽ ഒരു ഡോക്ടർ, ഒരു നേഴ്സ്, അല്ലെങ്കിൽ വക്കീൽ, അതിനേക്കാളുമൊക്കെ എനിക്ക് ഡൾ മേക്കപ്പിലൊക്കെ ഭയങ്കര ഡള്ളായി, മാരിയനിലൊക്കെ അങ്ങനത്തെയൊക്കെ ക്യാരക്ടറില്ലേ, ഈ ഭയങ്കര ഒരു എന്നാ പറയുന്ന ഒരു വില്ലേജ് ലേഡി ആയിട്ടൊക്കെ ചെയ്ത് അവർക്ക് എല്ലാ ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റുന്ന ഒരു വില്ലേജ് ലേഡി ആയിരിക്കണം. എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ഇഷ്ടം. ഇപ്പൊ പ്രളയശേഷം ജലകന്യയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ തന്നെയാണ്. അവരൊരു അമ്മൂമ്മയാ. അവര് പക്ഷെ പക്ക അവര് വലിയ മേക്കപ്പ് ഇല്ലെങ്കിലും അവരൊരു സ്ട്രോങ് ആയിട്ടൊരു സുന്ദരി ഒരു അമ്മച്ചിയായിട്ടാണ് കാണിക്കുന്നത്. അവർ പക്ഷെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ട് നടക്കുന്നതിലും അതും ഏകദേശം ഒരു അങ്ങനെ തന്നെയാണ്. നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണല്ലോ ശരിക്കും. അത് പ്രായത്തിലാ. എനിക്ക് അല്ലാണ്ട് അങ്ങനത്തെ ഒക്കെ ചെയ്യാനാണ് ഇഷ്ടം. അപ്പൊ ആശ ചേച്ചി ഇനിയും ഇപ്പൊ ചേച്ചി ഡ്രീം ആയി കണ്ടിട്ടുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടർ വരട്ടെ ഞാൻ ആശംസിക്കുകയാണ്. നിരവധി സിനിമകളും അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ സിനിമയിൽ ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുകയാണ്. താങ്ക് യു. തിരിച്ചു നോക്കും. എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി